ഈ സഫർ മാസമുണ്ടല്ലോ, എത്രയോ ആശിഖീങ്ങൾ വഫാത്തായ മാസമാണ്. നേരത്തെ ഇവിടെ വന്യരായ കുണ്ടൂർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനരെ കുറിച്ച് പറഞ്ഞില്ലയോ? ഇതുപോലെ ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുജദ്ദിദേ ദീനോ മില്ലത്ത് അലാ ഹസ്രത്ത് അഹ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി അലൈഹി റഹ്മത്തു വറിദ്വാൻ, ഇമാം അഹ്മദ് റസാ ഖാൻ റളിയല്ലാഹു അൻഹു ഹനഫി പണ്ഡിതനാണ്. കേവലം ഒരൊറ്റ മാസം കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഫുള്ളായി കാണാതെ പഠിച്ച മഹാനാണ്. കൻസുൽ ഈമാൻ എന്ന പേരിൽ ഖുർആനിന് വ്യാഖ്യാന ഗ്രന്ഥം രചിച്ച മഹാനാണ്. ആ മഹാനവരുകൾ പറയുന്നത്, എന്നെ നിങ്ങൾ അബ്ദുൽ മുസ്തഫ, എന്നെ നിങ്ങൾ അബ്ദുൽ മുസ്തഫ, മുസ്തഫയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബ്ദാണെന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അബ്ദ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹബീബായ തങ്ങളെ അള്ളയാക്കി എന്ന് തെറ്റിദ്ധരിക്കണ്ട. അബ്ദ് എന്നതിന് പല ആശയങ്ങളുമുണ്ട്. അബ്ദുൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളിലേക്ക് ചേർത്തിയിട്ട് അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അബ്ദാണെന്ന് പറഞ്ഞത് ഇമാം അബുൽ ലൈസ് സമർഖന്ദി തങ്ങൾ തംബീഉൽ ഗാഫിലീൻ എന്ന കിതാബിന്റെ അവസാന ഭാഗത്ത് ഷാമിലെ ഒരു യഹൂദിയായിരുന്ന ഒരു മഹാനരുടെ ചരിത്രം പറഞ്ഞപ്പോൾ വിവരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയാ പറഞ്ഞത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും അനുസരിക്കുന്നയാളെന്ന അർത്ഥത്തിൽ അന അബ്ദുൽ മുസ്തഫ, അങ്ങനെ പറയാനാണ് എനിക്ക് വലിയ ഇഷ്ടമെന്ന് പറഞ്ഞ അഅല ഹസ്രത്ത് അഹ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി റളിയല്ലാഹു അൻഹു. പോരാ, ബുർദ ബൈത്ത് നമുക്ക് പരിചയമുണ്ടല്ലോ. എന്നാൽ ഉറുദു ഭാഷയിലെ ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്ന സലാമേ റസാ എന്ന വരികൾ മഹാനവരുകൾ അതേ രചിച്ചതാണല്ലോ. ഇന്ത്യയിലെ ഹസ്സാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം പുകഴ്ത്തിയിരുന്ന ശിഷ്യനല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്നാൽ ഇന്ത്യക്കാർക്ക് ഒരു ഹസ്സാൻ ഉണ്ട്. അതാരാണ്? അത് ഈ പറഞ്ഞ അഹ്മദ് റസാ ഖാനാണ്. ആ മഹാനവരുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോയി. മഹാനവരുകളുടെ പവർ പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഒരൊറ്റ നേരം കൊണ്ട് ഒരൊറ്റ സമയം 2 കൈ കൊണ്ട് കിതാബ് രചിച്ച മഹാനാണ്. വലത് കൈ കൊണ്ട് ഒരു കിതാബ് രചിക്കുമ്പോ അതേ സമയം ഇടത് കൈ കൊണ്ട് വേറെ ഒരു കിതാബ് രചിച്ച മഹാനാണ്. അത്രയും വലിയ പവർ കാണിച്ച മഹാൻ. അവരുടെയൊക്കെ വിലാസം എന്തായിരുന്നു? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് തന്നെ. അതിനെ കവിച്ച് വെക്കുന്ന ഒരു അമല് വേറെ ഇല്ല തന്നെ. ഞാനിത് പറയുന്നത് വെറുതെയല്ല. എന്നിട്ടോ ആ മഹാനവരുകളെ കുറിച്ച് പറയാണ്, അത്തഹിയാത്തിൽ മഹാനവരുകൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുമ്പോ ആ സലാമിന് മറുപടി കേൾക്കാതെ മഹാനവരുകൾ അപ്പുറത്തെ വരി ഉച്ചരിക്കണില്ല എന്നാ പറയുന്നത്. സലാം പറഞ്ഞാൽ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയായിട്ടുള്ളവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചിട്ട് സലാം പറഞ്ഞാൽ, ഏത് സമയത്തും അത്തഹിയാത്തിൽ സലാം പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ ആ മറുപടി മഹാനവരുകൾക്ക് ലഭിക്കാറുണ്ടായിരുന്നു എന്നാണ്. എല്ലാ വ്യാഴാഴ്ചയും മദീനയിൽ പോയി വരാറുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെയാ എല്ലാ വ്യാഴാഴ്ച? അതും അക്കാലത്ത് മദീനയിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ ഒരു ബന്ധം, വല്ലാത്തൊരു ബന്ധാണ്.
അവര് സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും മദീനയിലുള്ള പ്രതീതിയാണ് അവർക്ക് ഉണ്ടാവുക. അവരെ ഖൽബിൽ അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ